ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ നല്ല ബോട്ടി വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ബോട്ടി എന്ന് തന്നെ ആയിരിക്കും എല്ലാ നാട്ടിലും പറയുക, വേറെന്താ പറയുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബോട്ടി റെഡിയാക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് 1.5 കിലോ ബോട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് തന്നെ മുറിച്ച് തന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ശേഷം കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴുകിയെടുത്തതാണ്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ മണമൊക്കെ പോകും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. ബോട്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് വരട്ടിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ 2 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറിയ ഉള്ളി, അത് അരിഞ്ഞെടുക്കൊന്നും വേണ്ട, അതിൽ കിടന്ന് ഉടഞ്ഞോളും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിടണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വെച്ചതാണ്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അവിടെ അമർന്ന് വെന്തോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളി ചേർക്കട്ടെ, ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് സമയം ഇതിൽ കിടന്ന് വേവട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇതിലിട്ടിരുന്ന ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി നല്ല ടേസ്റ്റി ബോട്ടി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.